ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഇന്ന് നമ്മൾ ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായമായ അർജുന വിഷാദ യോഗത്തിലെ 20 തൊട്ട് 47 വരെയുള്ള ശ്ലോകങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ അർജുനൻ ഇങ്ങനെ കൗരവരെയൊക്കെ കണ്ടിട്ട് ആകെ മനസ്സ് തളർന്നിരിക്കുകയാണ്. കാരണം എന്താ, കൗരവരെന്ന് പറഞ്ഞാൽ സ്വന്തം ബന്ധുജനങ്ങൾ തന്നെയാണ്. അപ്പോൾ അർജുനൻ ഇങ്ങനെ ആദ്യം കൃഷ്ണനോട് പറയാണ്, ഹേ കൃഷ്ണ, ഞാൻ ആരോടൊക്കെയാണ് യുദ്ധം ചെയ്യേണ്ടതെന്നും ദുർബുദ്ധിയായ ദുര്യോധനു പ്രിയം ചെയ്യാൻ ആഗ്രഹിച്ച് യുദ്ധസന്നദ്ധരായി വന്ന് നിൽക്കുന്നത് ആരൊക്കെയാണെന്നും ഞാനൊന്ന് നോക്കി കാണട്ടെ. അതിന് പറ്റും വിധം 2 സേനകളുടെയും നടുക്കായി എൻ്റെ തേര് നിർത്തിയാലും. അപ്പോൾ എന്ത് ചെയ്തു, കൃഷ്ണൻ ഈ പറഞ്ഞ പോലെ 2 സേനകളുടെയും നടുക്കായിട്ട് തേര് കൊണ്ടിട്ട് നിർത്തി. അപ്പോൾ അർജുനൻ ഇരുസേനകളിലുമുള്ള പിതാക്കന്മാരെയും മുത്തച്ഛന്മാരെയും അമ്മാവന്മാരെയും സഹോദരന്മാരെയും പുത്രപൗത്രാദികളെയും സഖാക്കളെയും സുഹൃത്തുക്കളെയും കണ്ടു. അവിടെ നിൽക്കുന്ന ബന്ധുജനങ്ങളെ എല്ലാം കണ്ടപ്പോൾ അത്യന്തം കൃപാധീനനായി തീർന്ന ആ അർജുനൻ വിഷാദത്തോടുകൂടി ഇപ്രകാരം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഹേ കൃഷ്ണ, യുദ്ധം ചെയ്യാൻ ഇച്ഛിച്ചു നിൽക്കുന്ന ഈ സ്വജനങ്ങളെ കണ്ടിട്ട് എൻ്റെ അവയവങ്ങൾ തളരുന്നു, വായ വരളുന്നു, എൻ്റെ ശരീരത്തിൽ വിറയലും രോമാഞ്ചവും ഉണ്ടാകുന്നു. ഗാണ്ഡീവം കയ്യിൽ നിന്നും വഴുതിപ്പോകുന്നു, ദേഹം മുഴുവൻ ചുട്ടുനീറുന്നു, എനിക്ക് നേരെ നിൽക്കാൻ പോലും ശക്തിയില്ലാതായിരിക്കുന്നു, മനസ്സ് ഭ്രമിക്കുന്നതായും തോന്നുന്നു. അപ്പോൾ ഈ കൗരവരെന്ന് പറയുന്നത് അർജുനൻ്റെ തന്നെ അതിൽ മുത്തച്ഛന്മാരും ഗുരുക്കന്മാരും പിന്നെ സ്വന്തം കസിൻസ് എല്ലാവരുമാണ് നിൽക്കുന്നത്. അപ്പോൾ ആൾക്ക് ഇവരായിട്ടാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷാദം, അതാണ് ആക്ച്വലി അർജുന വിഷാദ യോഗത്തിൽ പറയുന്നത്. ഹേ കൃഷ്ണ, ഞാൻ ദുർനിമിത്തങ്ങളും കാണുന്നു, യുദ്ധത്തിൽ സ്വജനങ്ങളെ കൊന്നിട്ട് ശ്രേയസ് ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. പിന്നെയുള്ള ഈ ശ്ലോകങ്ങളിൽ 47 വരെയുള്ള ശ്ലോകങ്ങളിലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഇവരെയൊക്കെ കൊന്നിട്ട് എനിക്കിനിപ്പോൾ രാജ്യം നേടിയാലും അതിലൊന്നും ഒരു കാര്യമില്ല, എനിക്കിവരെയൊന്നും കൊന്നിട്ട് ഒരു സന്തോഷം ലഭിക്കേണ്ട, എനിക്കിവരാരെയും കൊല്ലാൻ വയ്യ, അങ്ങനെയൊക്കെയാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ അവസാനം പറയുകയാണ് അർജുനൻ അത്രയും വിഷമത്തിൽ പറയാണ്, ആയുധമെടുക്കാതെയും എതിർക്കാതെയും നിൽക്കുന്ന എന്നെ ആയുധപാണികളായ കൗരവർ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, അതെനിക്ക് കൂടുതൽ ക്ഷേമകരമായിരിക്കും എന്ന് പറയാണ്. യുദ്ധഭൂമിയിൽ വെച്ച് ഇപ്രകാരം പറഞ്ഞിട്ട് ദുഃഖാധിക്യത്താൽ ചഞ്ചല മനസ്കനായ അർജുനൻ അമ്പും വില്ലും താഴെയിട്ട് തേർത്തട്ടിൽ തളർന്നിരുന്നു. അങ്ങനെ ഞാൻ ഇനി യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അമ്പും വില്ലൊക്കെ താഴെ വെച്ച് ആ തേർത്തട്ടിൽ തന്നെ അർജുനൻ തളർന്നിരിക്കുകയാണ്. ഇതാണ് അധ്യായം 1 അർജുന വിഷാദ യോഗം. അപ്പോൾ ഈ 47 ശ്ലോകങ്ങൾ വരെയാണ് ഇത് വരുന്നത്. അതോടുകൂടി നമ്മുടെ അർജുന വിഷാദ യോഗം ഇവിടെ 1-ാം അധ്യായം കഴിഞ്ഞു. അടുത്തത് 2-ാമത്തെ അധ്യായമാണ്. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ് ഓൺ ഗീത. ടിൽ ദെൻ ബൈ ഫ്രം താഷാസ് ഡയറീസ്.